സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നമ്മൾ ഗംഭീരമായിട്ട് 2 ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോവാണ്. സോ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ഒരു നോട്ടും പെന്നും ഒക്കെ എടുത്തിട്ട് ഈ ക്ലാസ് കാണുക, കൂടെ തന്നെ എഴുതിയെടുക്കുക. സോ നമ്മളിത് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ഇനി ഈ കാണുന്ന ആംഗിള് നിങ്ങളോട് ഞാൻ പറയാണ് 40 ഡിഗ്രി ആണെന്ന്. ഇത് 40 ആണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ ഉണ്ടല്ലോ, മൂന്നാമത്തെ ആംഗിള്, ഒന്ന് 90 ഒന്ന് 40 ആണെങ്കിൽ ഈ ആംഗിൾ കാണാനുള്ള ട്രിക്ക് ഇത്രയേ ഉള്ളൂ. 90 40 കുറയ്ക്കും. ഓക്കെ, 90 40 കുറച്ചാൽ സിമ്പിൾ ആയിട്ട് 50 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ഇതേ രീതിയിൽ ഇതിന്റെ ഒരു ആംഗിൾ 90, ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ മക്കളെ പഠിച്ചു വെച്ചോ, ഇതിന്റെ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഒന്ന് 90 ഒന്ന് എക്സ് ആണെങ്കിൽ ഇതിന്റെ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ആയിരിക്കും. ആ ഐഡിയ ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. ഓക്കെ, ആ ഒരു ഐഡിയ ആണ് എൻ്റെ മക്കൾക്ക് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണം. ശ്രദ്ധിച്ചേ, ഇവിടെ പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും മിഡ് പോയിന്റ്സ് ആണ്. പിയും ക്യൂവും മധ്യബിന്ദുക്കളാണ് എന്ന് നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഒ എന്ന് പറയുന്ന സർക്കിളിന്റെ സെന്റർ ആണ്. ഓക്കെ, ഒ സർക്കിളിന്റെ സെന്റർ ആണെങ്കിൽ എ സി എന്താ? എ സി എന്ന് പറയുന്നത്, ഓ വൃത്തത്തിന്റെ കേന്ദ്രമാണെങ്കിൽ എ സി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ശരിയല്ലേ? എ സി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. എ സി ഡയമീറ്റർ ആണെങ്കിൽ എൻ്റെ മക്കളെ ശ്രദ്ധിച്ചോ, ഓയും മധ്യബിന്ദു അല്ലേ? ആലോചിച്ച് നോക്ക്, സെന്റർ എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ മധ്യബിന്ദുവാണ്. അതുകൊണ്ട് എ സിയുടെ മധ്യബിന്ദുവാണ് ഓ. അപ്പോൾ പി എന്ന് പറയുന്നതും ഒ എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നതും മധ്യബിന്ദുക്കളാണ്. അതിലൊരാൾക്കും സംശയം വേണ്ട. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ 90 ആണെങ്കിൽ ആംഗിൾ എ പി ഒയും 90 ആയിരിക്കും. സോ മെഷർ ഓഫ് ആംഗിൾ 90 ഡിഗ്രി. എത്രയാണ്? എ പി ഒ 90 ഡിഗ്രി. കാരണം ഇവിടെ പി ആൻഡ് ഒ ആർ മിഡ് പോയിന്റ്സ്. ഓക്കെ, പിയും ഒയും മിഡ് പോയിന്റ്സ് ആയതുകൊണ്ട് പി ഒ ഈസ് പാരലൽ ടു ബി സി. ബി സിക്ക് സമാന്തരമാണ് പി ഒ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 90 ഡിഗ്രി, 90 ഡിഗ്രി. അതിൽ നോ ഡൗട്ട്, ഒരു സംശയവും അതിൽ ആവശ്യമില്ല. ഇനി നമ്മളോട് അടുത്ത ചോദ്യം, പ്രൂവ് ദാറ്റ് ദ ട്രയാങ്കിൾസ് എ പി ഒ ആൻഡ് സി ക്യു ഒ ആർ സിമിലർ. ഇത് രണ്ടും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ദെർഫോർ ആംഗിൾ എ പി ഒ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം ആംഗിൾ ബി അതിന് ഈക്വൽ ആണ്. ആംഗിൾ ബി 90 ആയതുകൊണ്ട് ആംഗിൾ എ പി ഒ എന്ന് പറയുന്നതും 90 ആണ്. കാരണം രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ എ പി ഒ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. റീസൺ കറസ്പോണ്ടിങ് ആംഗിൾസ്. കറസ്പോണ്ടിങ് ആംഗിൾസ് പഠിച്ചു വെച്ചോ, സിമ്പിൾ. സമാന കോണുകൾ, സമാന കോണുകൾ. ഇനി എല്ലാ കുട്ടികളോട് ശ്രദ്ധിച്ചോ, ഓയും ക്യൂവും ഇത് രണ്ടും എന്താണ്? ഓ എ സിന്റെ മധ്യബിന്ദുവാണ്, ക്യൂ എന്ന് പറയുന്നത് ബി സിന്റെ മധ്യബിന്ദുവാണ്. മധ്യബിന്ദുക്കളാണ് അല്ലെ? മിഡ് പോയിന്റ്സ് ആണ്, മധ്യബിന്ദുക്കളാണ്. അങ്ങനെ മധ്യബിന്ദുക്കളാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം മക്കളെ? ഓ ക്യൂ ഈസ് പാരലൽ ടു എ ബി. എ ബിക്ക് സമാന്തരമായതുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ ബി എന്ന് പറയുന്നതും ആംഗിൾ ഒ ക്യു സി എന്ന് പറയുന്നതും 90 ഡിഗ്രി ആണ്. വീണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകളുടെ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് പറയാം ഈ കാണുന്ന ആംഗിൾ രണ്ടും 90 ഡിഗ്രി ആണ്. കാരണം ഈ കാണുന്ന ലൈന് ഇതിന് പാരലൽ ആണ്. സെറ്റ് ആണല്ലോ, അത്രയും ഓക്കെ ആണോ? ഇനി നമ്മളിതാ തെളിയിക്കാൻ പോവാണേ. എല്ലാരും 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 ഇവിടെ ശ്രദ്ധിച്ചോ. നമ്മളിതാ സിമ്പിൾ ആയിട്ട് ഇത് തെളിയിക്കുന്നു. ഓക്കെ,
സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു സാധനം തെളിയിക്കാൻ പോവാണ്. എല്ലാ മക്കളും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇൻ ട്രയാങ്കിൾ APO and the OQC, triangle OQC, ത്രികോണം APOയിലും ത്രികോണം OQCയിലും ഇത് രണ്ടും എടുത്തു കഴിഞ്ഞാൽ, ഈ രണ്ട് ട്രയാങ്കിൾസ് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് പറയാം ആംഗിൾ എ നമ്മൾ എക്സ് ആണെന്ന് എടുത്താൽ, ആംഗിൾ എ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ നമുക്കറിയാം ആംഗിൾ APO എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ആംഗിൾ APO 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ AOP എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 മൈനസ് എക്സ്. ശരിയല്ലേ? കാരണം എന്താ, 3 ആംഗിളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. അതുകൊണ്ടാണ് ഇത് 90 മൈനസ് എക്സ് വരുന്നത്. സം ഓഫ് ആംഗിൾസ് ഈക്വൽ 180 ഡിഗ്രി. കോണുകളുടെ തുക, സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ കോണുകളുടെ തുക 180 ഡിഗ്രി ആണ്. അതുകൊണ്ടാണ് ഒന്ന് എക്സും ഒന്ന് 90 ആണെങ്കിൽ മൂന്നാമത്തേത് 90 മൈനസ് എക്സ് വരുന്നത്. ഇതേപോലെ മക്കൾ നോക്കിക്കോ, ഇൻ ട്രയാങ്കിൾ OQCയിലേക്ക് വരുന്നതിന് മുമ്പ് നോക്കിക്കേ, ഇൻ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ A എന്ന് പറയുന്നത് എക്സ് ആണ്. ആംഗിൾ A എക്സ്, ആംഗിൾ B 90, അതുപോലെ ആംഗിൾ C എത്രയായിരിക്കും? 90 മൈനസ് എക്സ്. ശരിയല്ലേ? ആംഗിൾ B 90. നോക്ക്, ആംഗിൾ A എക്സ്, ആംഗിൾ B 90, അങ്ങനെയാണെങ്കിൽ ആംഗിൾ C 90 മൈനസ് എക്സ്. ശരിയല്ലേ? അപ്പോൾ നമ്മളിതാ ലാസ്റ്റ് ഇൻ ട്രയാങ്കിൾ OQC. ആംഗിൾ OQC എന്ന് പറയുന്നത് 90 ആണ്. ആംഗിൾ OCQ അഥവാ ആംഗിൾ C എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ആണ്. ഇത് 90യും ഈ കാണുന്ന ആംഗിൾ 90 മൈനസ് എക്സും ആണെങ്കിൽ എത്രയാ മക്കളെ? ആംഗിൾ QOC. ഒന്ന് 90, ഒന്ന് 90 മൈനസ് എക്സ് ആണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ എക്സ് തന്നെ ആയിരിക്കും, അല്ലേ? എക്സ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്ക്, ഈ രണ്ട് ട്രയാങ്കിളിലും ഈ ആംഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 90 മൈനസ് എക്സ്. ഇവിടെയുള്ള രണ്ട് ചെറിയ ട്രയാങ്കിളിലെയും ആംഗിളുകൾ സെയിം ആണ്. ഈ രണ്ട് ട്രയാങ്കിളിലും ആംഗിൾസ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിൾ എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളിലെ ആംഗിൾസ് സെയിം ആയതുകൊണ്ട് ട്രയാങ്കിൾ APO സിമിലർ ടു ട്രയാങ്കിൾ OQC. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് നമുക്ക് എഴുതി വെക്കാം. അതാണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ചിത്രത്തിൽ ആംഗിൾ A 50 ഡിഗ്രി ആണ്. ABC, അതിൽ ACB, ഇതാണ് C എന്ന് പറയുന്ന പോയിന്റ്. ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ ഫൈൻഡ് ACD. ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇത് 90 ആണെങ്കിൽ ഇതും 90 അല്ലേ? നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഈ കാണുന്ന ആംഗിൾ ആണ്. ഇത് എത്രയായിരിക്കും? 40 ഡിഗ്രി ആണോല്ലോ. ഇത് 40 ഡിഗ്രി. സിമ്പിൾ അല്ലേ? ഇനി പ്രൂവ് ദാറ്റ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ACD ആൻഡ് BCD ആർ ഈക്വൽ. ഈ രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസ് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ചോദ്യം ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മക്കളെ. നോക്കിക്കോ, ഇവിടെ ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പുറത്തുള്ള ആംഗിളും 90. ഇനി ആംഗിൾ A 50 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 40. ശരിയല്ലേ? 90 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ 40. സിമ്പിൾ. ഈ കാണുന്ന ആംഗിൾ കണ്ടുപിടിക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ, ത്രികോണം ACDയിലും BCDയിലുള്ള കോണുകൾ തുല്യമാണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. മക്കളെല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ.
ഇത് തെളിയിക്കാൻ ആദ്യം നിങ്ങൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ ABC, ത്രികോണം ABCയിൽ ആംഗിൾ A ഇസ് ഈക്വൽ ടു എത്രയാ? 90 ആണോ? അല്ല. ആംഗിൾ A X. ലെറ്റ് ആംഗിൾ A ഇസ് ഈക്വൽ ടു X. ആംഗിൾ A X ആയാൽ, ഓക്കെ, അത് X ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി അത് X ആയാൽ മക്കൾ നോക്ക്, ആംഗിൾ ACB എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. ഈ ആംഗിള് 90 ഡിഗ്രി ആണ്, ആണല്ലോ. ACB എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ B എത്രയായിരിക്കും മക്കളെ? ആംഗിൾ B എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം 90 മൈനസ് എക്സ്. എത്രയാണ്? 90 മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഉള്ള ചെറിയ രണ്ട് ട്രയാങ്കിൾ മക്കൾ നോക്കാം. ഇതാണ് നമ്മളുടെ ചെറിയ രണ്ട് ട്രയാങ്കിൾസ്. ഓക്കെ, അതിലെ ആംഗിൾസ് നമ്മൾ എടുത്ത് എഴുതാൻ പോവാണ്. മക്കളെല്ലാവരും നോക്കേ. ഇൻ ട്രയാങ്കിൾ ADC ആംഗിൾ AX, ആംഗിൾ ADC എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഇത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലെ മൂന്നാമത്തെ ആംഗിൾ ആയിട്ടുള്ള ഈ കാണുന്ന ആംഗിൾ, ആംഗിൾ ACD എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 മൈനസ് എക്സ്. സംശയമില്ലാത്ത കാര്യ. ഒന്ന് X, ഒന്ന് 90 ആണെങ്കിൽ മൂന്നാമത്തത് 90 മൈനസ് എക്സ്. അതിന്റെ കാരണം മക്കൾ എഴുതണം. എന്താണ്? സം ഓഫ് ആംഗിൾസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കോണുകളുടെ തുക 180 ഡിഗ്രി ആണ്. അത് മക്കൾ നേരത്തെ ഇതേപോലെ എഴുതാം. അതുപോലെ ഇൻ ട്രയാങ്കിൾ BDC ആംഗിൾ B എന്ന് പറയുന്നത് 90 മൈനസ് എക്സ് ആണ്. ഇനി ആംഗിൾ BDC എന്ന് പറയുന്നത് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ BCD എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. എത്രയായിരിക്കും? എക്സ് ആയിരിക്കും. സോ ഈ രണ്ട് ട്രയാങ്കിളിലെയും ആംഗിളുകൾ നോക്കിയൊക്കെ, രണ്ടിലും വരുന്നത് X 90, 90 മൈനസ് എക്സ്, 90 മൈനസ് എക്സ് 90 എക്സ്. കണ്ടോ? രണ്ടും സെയിം ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്ത് വെക്കാം? ട്രയാങ്കിൾ ADC ഈസ് സിമിലർ ടു ട്രയാങ്കിൾ, ഇവിടെ എക്സ് വരുന്നത്, ഇവിടെ CDB എന്ന് എഴുതി വെക്കാം. ഓക്കെ, ട്രയാങ്കിൾ ADC ഈസ് സിമിലർ ടു ട്രയാങ്കിൾ CDB എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. ഇനി ഒരു ചോദ്യം കൂടിയുണ്ട്. H സ്ക്വയർ ഇസ് ഈക്വൽ ടു AB എന്ന് തെളിയിക്കണം. ഇവിടെ H എന്ന് പറയുന്ന CDന്റെ നീളമാണ്. നോക്കിക്കേ മക്കളെ, ഇത് X, ഇത് 90. അങ്ങനെയാണെങ്കിൽ ഈ നീളം, ഈ ആംഗിൾ 90 മൈനസ് എക്സ്. അതേപോലെ ഇത് X, ഇത് 90 മൈനസ് എക്സ്, ഇത് 90. ഇങ്ങനെയാണ് ആംഗിൾസ് ഉള്ളത്. ഓക്കെ, ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള X ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആരാ? CD. നമ്മൾ റേഷ്യോ ഇതാണ്. എക്സിന് ഓപ്പോസിറ്റ് വരുന്നത് CD. ഓക്കെ, ബൈ ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് ആരാ വരുന്നത്? BD. എക്സിന് ഓപ്പോസിറ്റ് മക്കൾ നോക്ക്, എക്സ് എന്ന് അടയാളപ്പെടുത്തിയതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് BD. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ഈ ട്രയാങ്കിൾ ആരാ വരുന്നത്? AD. 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് നോക്കിക്കേ, 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ഈ ട്രയാങ്കിളിൽ CD, 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് ഇവിടെ AD. അപ്പോൾ AD ബൈ CD. അതിൽ CDന്റെ നീളം മക്കൾക്ക് തന്നിട്ടുണ്ട് H, BDന്റെ നീളം B, ADന്റെ നീളം A, CDന്റെ നീളം H തന്നിട്ടുണ്ട്. നോക്ക്, ADന്റെ നീളം A, BDന്റെ നീളം B, ഇത് H. അതവിടെ കൊടുത്ത് ഇനി ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ H ഇൻറ്റു H ഇസ് ഈക്വൽ ടു A ഇൻറ്റു B. ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ A ഇൻറ്റു B. കണ്ടോ? എനെ കൊണ്ട് ബിനെ ഗുണിക്കുന്നു. ഇനി എച്ചിനെ കൊണ്ട് എച്ചിനെ ഗുണിക്കുന്നു. ക്രോസ് ആയിട്ട് ഗുണിക്കാം. അപ്പൊ H ഇൻറ്റു H, H സ്ക്വയർ. ശരിയല്ലേ? H ഇൻറ്റു H, H സ്ക്വയർ. H സ്ക്വയർ ഇസ് ഈക്വൽ ടു AB. H സ്ക്വയർ ഇസ് ഈക്വൽ ടു AB എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെറ്റാണ്. ഇപ്പോൾ A എന്ന് പറയുന്നത് 3യും B എന്ന് പറയുന്നത് 2 ആണെങ്കിൽ H എത്രയായിരിക്കുമെന്ന് മക്കളൊന്ന് കമന്റ് ചെയ്യാം. A 3യും B 2 ആണെങ്കിൽ H എത്രയായിരിക്കുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, സെറ്റാണല്ലോ. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഈ ചോദ്യത്തിന് ആൻസർ കമന്റ് ചെയ്യുക, ഫീഡ്ബാക്ക് കമന്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഈ ഫ്രണ്ട്സിന് എല്ലാവർക്കും, എല്ലാ ഫ്രണ്ട്സിനും ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. ബൈ ബൈ.